PSC ശ്രീചിത്ര ജോലി നിയമന തട്ടിപ്പിനെ പറ്റി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഈ നിയമന തട്ടിപ്പിലെ മൂന്നാം പ്രതിയും പിടിയിൽ. PSC ഉദ്യോഗസ്ഥനെന്ന വ്യാജേന തട്ടിപ്പിന് കൂട്ടുനിന്ന ടോമി അഗസ്റ്റിനാണ് പിടിയിലായത്. തട്ടിപ്പിൽ കൂടുതൽ പേർ പങ്കാളികൾ എന്നും സൂചനയുണ്ട്. ഗുഡ് മോർണിംഗ് മോത്തി. ഈ ടോമി അഗസ്റ്റിൻ കൂടെ പിടിയിലായതോട് കൂടിയിട്ട് ഈ കേസിലെ മുഴുവൻ പ്രതികളെയും വാഗമൺ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അതായത് വാഗമൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഴുവൻ 4 പ്രതികളായിരുന്നു. ആ 4 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ആദ്യമേ പിടിയിലായ ബെന്നി പെരുവന്താനവും അതുപോലെ തന്നെ ഫൈസലിനും വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഇനി പോലീസ് നൽകും. അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും. ഇന്നലെയായിരുന്നു രാജേഷ്, മുഖ്യപ്രതി രാജേഷാണ്. ആ രാജേഷ് പിടിയിലായത് ഇന്നലെയായിരുന്നു. ചെന്നൈയിൽ നിന്നാണ് വാഗമൺ പോലീസ് ചെന്നൈയിൽ പോയാണ് പിടികൂടിക്കൊണ്ടുവന്നത്. ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നത്. എന്നാൽ നമുക്ക് കൂടുതലായി അറിയാൻ സാധിക്കുന്നത് ഈ പ്രതികൾ, ഈ രാജേഷും അതുപോലെ തന്നെ അഗസ്റ്റിനും. രാജേഷാണ് മുഖ്യപ്രതി. ഈ ടോമി അഗസ്റ്റിൻ എന്ന വ്യക്തിയാണ് PSC ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഈ ഇരകൾക്ക് മുന്നിൽ വന്നതും ഇരകളിൽ നിന്ന് പൈസ തട്ടാനായിട്ട് രാജേഷിനെ സഹായിച്ചതും ഈ ടോമി അഗസ്റ്റിൻ എന്ന വ്യക്തിയായിരുന്നു. ഈ അഗസ്റ്റിൻ എന്ന വ്യക്തി ആരാണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. PSC ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഇരകളുടെ മുന്നിലേക്ക് വന്നു എന്നുള്ളതല്ലാണ്ട് ഇദ്ദേഹം ആരാണെന്നോ അല്ലെങ്കിൽ ഏത് സ്വദേശിയാണെന്നോ ഒന്നും തന്നെയുള്ള വിവരം ആർക്കും അറിയില്ലായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് പോലീസിൻ്റെ വ്യാപകമായ അന്വേഷണത്തിനൊടുവിൽ ഇത്തരത്തിൽ ടോമി അഗസ്റ്റിൻ എന്ന പേരിൽ PSC ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഈ ഇരകൾക്ക് മുന്നിലൊക്കെ തന്നെ വന്നത് എന്നുള്ളത് വെളിവായത്. ആലുവ സ്വദേശിയാണ്. ഈ നിലവിൽ തൃശ്ശൂരാണ് താമസിച്ചു വന്നുകൊണ്ടിരുന്നത്. തൊടുപുഴയിൽ നിന്നുമാണ് ഈ ടോമി അഗസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇന്നലെ തന്നെ രാജേഷ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്ത് വാഗമണിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ഇപ്പം മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ളൊരു വാർത്ത നമ്മൾ ഈ PSC തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു. ആ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. പീരുമേട് DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു. വാഗമൺ SHO ക്ലീറ്റസ് ജോസഫും കൂട്ടരുമായിരുന്നു ഒരു പ്രത്യേക പോലീസ് അന്വേഷണ സംഘമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാംഗ്ലൂരും ചെന്നൈ ഉൾപ്പെടെയുള്ള ഒരാൾ കൂടി ഇതിൽ പിടിയിലായി എന്നതൊരു ആശ്വാസകരമായ കാര്യമാണ്. മാതൃഭൂമി ന്യൂസിലൂടെ അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും ആശ്വാസകരമായ കാര്യം. നിതിൻ തോമസ് ആണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.